എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ ടി സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവ് ടെറിട്ടറിയിൽ ക്ലോസ് ചെയ്ത ആഴ്ചയായിരുന്നു. അമേരിക്കൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇൻഡെക്സുകളെല്ലാം തന്നെ 3-3.5% ബെറ്റർ ആയിട്ടാണ് വീക്ക് ടു വീക്ക് ക്ലോസ് ചെയ്തിരുന്നത്. ഒപ്പം ടെക്നോളജി ഷെയർസുകളെല്ലാം തന്നെ നല്ല പോസിറ്റീവ് ടെറിട്ടറിയിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരുന്നത്. നല്ല റാലിയാണ് മൈക്രോസോഫ്റ്റ്, അതുപോലെ തന്നെ മെറ്റാ പ്ലാറ്റ്ഫോം, ഈ സ്റ്റോക്കുകളിലൊക്കെ കണ്ടത്. ഈ കമ്പനികളുടെ എല്ലാം തന്നെ Q1 റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിരുന്നു. ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു ഈ രണ്ട് കമ്പനികളുടെയും റിസൾട്ട്. ആപ്പിളും ആമസോണും മാത്രമാണ് സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് റിസൾട്ട് പോസ്റ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആപ്പിളിൻ്റെയും ആമസോണിൻ്റെയും സ്റ്റോക്ക് പ്രൈസിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റമൊന്നും കണ്ടിട്ടില്ല. മറിച്ച് മൈക്രോസോഫ്റ്റിൻ്റെയും അതുപോലെ തന്നെ മെറ്റാ പ്ലാറ്റ്ഫോമിൻ്റെയും ഒക്കെ സ്റ്റോക്ക് പ്രൈസിൽ നല്ല മുന്നേറ്റമാണ് കണ്ടത്. മൈക്രോസോഫ്റ്റ് വീണ്ടും ഗ്ലോബലി മോസ്റ്റ് വാല്യുബിൾ കമ്പനി ആയിട്ട് മാറിയിരിക്കുകയാണ്. മൈക്രോസോഫ്റ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.24 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. ആപ്പിളാണ് സെക്കൻഡ് പൊസിഷനിൽ, $3.07 ട്രില്യൺ ആയിട്ട് ആപ്പിളും സെക്കൻഡ് പൊസിഷനിലുണ്ട്. ഒപ്പം US ഫെഡിൻ്റെ 2 ദിവസത്തെ മീറ്റിംഗ് മെയ് 6-7 തീയതികളിലാണ്. 7-ാം തീയതിയാണ് ഡിസിഷൻ വരാൻ പോകുന്നത്. അമേരിക്കയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന എക്കണോമിക് ഡാറ്റകളെല്ലാം തന്നെ അമേരിക്കൻ എക്കണോമിക്കും കോർപ്പറേറ്റുകൾക്കും നെഗറ്റീവാണ്. ഒപ്പം ട്രംപിൻ്റെ താരിഫ് ഡിസിഷനും അമേരിക്കൻ കോർപ്പറേറ്റുകൾക്ക് നെഗറ്റീവാണ്. ഒപ്പം ട്രംപിൻ്റെ അപ്രൂവൽ റേറ്റിംഗും വളരെ താഴെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്ന പോലെ US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനുള്ളൊരു തീരുമാനം എടുത്തേക്കാം. അങ്ങനെ വരികയാണെങ്കിൽ വീണ്ടും അമേരിക്കൻ മാർക്കറ്റുകൾക്ക് അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകിയേക്കാം. ഒപ്പം ചൈനയും അമേരിക്കയും തമ്മിൽ താരിഫ് റിലേറ്റഡ് ഇഷ്യൂസ് ഡിസ്കഷൻ ആരംഭിക്കാം എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസ്കഷൻ ആരംഭിക്കുകയാണെങ്കിൽ, താരിഫ് റിലേറ്റഡ് ഡിസിഷൻസൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്ലോബൽ മാർക്കറ്റുകൾക്ക് അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകിയേക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ യൂറോപ്യൻ മാർക്കറ്റുകൾ, അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റുകൾ, ഇന്ത്യൻ മാർക്കറ്റുകളൊക്കെ തന്നെ വീക്ക് ടു വീക്ക് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. നമ്മൾ 1.27% നിഫ്റ്റി ബെറ്റർ ആയിട്ടും 1.62% സെൻസെക്സ് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റ് മാർക്കറ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പേസ് കുറവാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ബോർഡർ ഇഷ്യൂസ് ആണ്. നമ്മുടെ ടെററിസ്റ്റ് അറ്റാക്കിന് ശേഷം, കാശ്മീരിലെ ടെററിസ്റ്റ് അറ്റാക്കിന് ശേഷം നമ്മൾ പാകിസ്ഥാനായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷം വരുമോ എന്നുള്ളൊരു പേടി മാർക്കറ്റിലുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് നമ്മുടെ മാർക്കറ്റിലെ ഒരു പേസ് കുറവുള്ള ഒരു ബുള്ളിഷ് ബയാസ് കാണാനായിട്ട് കാരണം. ഇനി നമ്മൾ കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച എല്ലാ കമോഡിറ്റികളും വീക്കായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഗോൾഡ് $40 താഴെയാണ് വെള്ളിയാഴ്ച പ്രീവിയസ് വീക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്ലോസ് ചെയ്തിട്ടുള്ളത്. $3241.6 പെർ ഔൺസിനാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ റുപ്പിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ US ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് സ്ട്രെങ്തൻ ചെയ്തിരിക്കുകയാണ്. 84.63 വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം നമ്മുടെ ഫോറക്സ് റിസർവ് ഏപ്രിൽ 25 അവസാനിച്ച ആഴ്ചയിൽ $688.13 ബില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്ന എക്കണോമിക് ഡാറ്റ ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ നമ്മളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പക്ഷേ നമ്മുടെ ടെററിസ്റ്റ് അറ്റാക്കിന് ശേഷമുള്ള ബോർഡർ ഇഷ്യൂസ് ആണ് നമ്മളെ സംബന്ധിച്ച് ഒരു കോഷൻ നൽകുന്ന ഒരു ഇവൻ്റായിട്ട് മുന്നിലുള്ളത്. തീർച്ചയായിട്ടും ഈ ആഴ്ചയിലും അത്തരത്തിലുള്ളൊരു കോഷൻ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാവും. പക്ഷെ നമ്മളിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആളൊരു ബെറ്റർ ഓപ്പണിംഗ് ആണ്. അത് ഗ്ലോബൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ Q4 റിസൾട്ടുകൾ, ഇതുവരെ പുറത്തു വന്നിട്ടുള്ള റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി എബവ് എക്സ്പെക്റ്റേഷൻസ് ആണ്. പ്രോഫിറ്റബിലിറ്റി ഒക്കെ വന്നിരിക്കുന്നത്. പല കമ്പനികളുടെയും റോ മെറ്റീരിയൽ കോസ്റ്റ് അല്ലെങ്കിൽ കമോഡിറ്റി പ്രൈസസ് ഒക്കെ കൂടിയിട്ടുണ്ട്. എന്നിരുന്നാലും ഓവറോൾ സ്ലൈറ്റ്ലി എബവ് എക്സ്പെക്റ്റേഷൻസ് ആണ് റിസൾട്ടുകൾ വന്നിരിക്കുന്നത്. ഇനി മേജറായിട്ട് ഗ്ലോബൽ ന്യൂസ് നോക്കുകയാണെങ്കിൽ വാറൻ ബഫറ്റ് ഒരു ഇൻവെസ്റ്റിംഗ് ലെജൻഡാണ്. നമുക്ക് എല്ലാവർക്കുമുള്ള റോൾ മോഡലായിട്ടുള്ള അദ്ദേഹം ബെർക്ഷയർ ഹാത്താവേ CEO പോസ്റ്റിൽ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയാണ് ഈ വർഷാവസാനത്തോടു കൂടി. അദ്ദേഹത്തിൻ്റെ തന്നെ എനർജി ഡിവിഷൻ ഹെഡായിട്ടുള്ള ഗ്രേയ് ഗാബൽ എന്ന് പറയുന്ന ഒരു 62-കാരനെയാണ് അദ്ദേഹത്തിൻ്റെ CEO പോസ്റ്റ് ഏൽപ്പിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന് 3 മക്കളാണ്, 2 ആൺമക്കളും 1 പെൺകുട്ടിയാണ്. ഇവരെല്ലാം തന്നെ കമ്പനികളുടെ ബോർഡിലുണ്ടാവാം. പക്ഷേ ബാറ്റർ കൈമാറിയിരിക്കുന്ന ഗ്രേയ് ഗാബൽ എന്ന് പറയുന്ന
ബെർക്ഷയർ ഹാത്താവേ എനർജി ഡിവിഷൻ്റെ ഹെഡിനാണ്. ബെർക്ഷയർ ഹാത്താവേ ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നത് അവരുടെ പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പ് ഹോൾഡിംഗ് ആപ്പിളാണ്, സെക്കൻഡ് അമേരിക്കൻ എക്സ്പ്രസ്, തേർഡ് ബാങ്ക് ഓഫ് അമേരിക്ക, ഫോർത്ത് കൊക്കോകോള, അതുപോലെ തന്നെ ഫിഫ്ത്ത് ഷെവറോൺ, സിക്സ്ത്ത് ഓക്സിഡൻ്റൽ പെട്രോളിയം, സെവൻത്ത് ആമസോൺ. ഇതൊക്കെയാണ് മേജർ ഹോൾഡിംഗ്. ഡോമിനോ പിസ ഉണ്ട്. ഒപ്പം ഈ റീസെൻ്റ് ആയിട്ട് അദ്ദേഹം 5 ജാപ്പനീസ് ഗ്രൂപ്പുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ഇട്ടോച്ചു കോർപ്പറേഷൻ, മരുബൈനി, മിത്സുബിഷി, മിത്സുയി, സുമിതാമോ. ഈ കമ്പനികളെല്ലാം തന്നെ അടുത്ത 50 വർഷത്തേക്ക് ലിക്വിഡേറ്റ് ചെയ്യില്ല അല്ലെങ്കിൽ സെല്ല് ചെയ്യില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇൻഡിക്കേഷനാണ് നമുക്കൊക്കെ. കാരണം ഈ കമ്പനികളിലൊക്കെ സബ്സിഡിയറികൾ പലതും ഇന്ത്യയിൽ ലിസ്റ്റഡ് ആണ്. സുമിതാമോ കെമിക്കൽസ് നമുക്കുണ്ട്. സുമിതാമോയുടെ സബ്സിഡിയറിയാണ്. ജാപ്പനീസ് പാരൻ്റ് തന്നെയാണ് 75% ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ വാറൻ ബഫറ്റിൻ്റെ ഒരു ഇൻഡിക്കേഷനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണടച്ച് വാങ്ങാവുന്ന ഒരു അഗ്രോ കെമിക്കൽ സ്റ്റോക്കാണ് സുമിതാമോ കെമിക്കൽസ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഇൻഡിക്കേഷനൊക്കെ അദ്ദേഹത്തെ പോലുള്ളൊരു ലെജൻഡിൻ്റെ ഇൻഡിക്കേഷനൊക്കെ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ച് മറ്റൊരു പോസിറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ HDFC ബാങ്ക് മോസ്റ്റ് വാല്യുബിൾ ടോപ്പ് 10 ബാങ്കുകളിലൊന്നായിട്ട് മാറിയിരിക്കുകയാണ്. 10ാമത്തെ സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. $184.44 ബില്യൺ ആയിട്ട് ഇപ്പോൾ ടോപ്പ് 10 ബാങ്കുകളിൽ HDFC ബാങ്കും ഉണ്ട്. നമ്മളെ സംബന്ധിച്ചും HDFC ബാങ്കിനെ സംബന്ധിച്ചും നമ്മുടെ ബാങ്കിങ് സെക്ടറിനെ സംബന്ധിച്ചും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഈ HDFC ബാങ്കിൻ്റെ ടോപ്പ് 10ലേക്കുള്ള എൻട്രി. ടോപ്പ് നിൽക്കുന്നത് JP മോർഗനാണ്. $686.13 ബില്യൺ ആണ്. തീർച്ചയായിട്ടും നമ്മുടെ ബാങ്കിങ് സെക്ടറിൻ്റെ സ്ട്രെങ്ത്തിനെയാണ്, അവരുടെ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ സ്ട്രെങ്ത്തിനെയാണ് ഇത് കാണിക്കുന്നത്. ഇനി നമ്മൾ ടോപ്പ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ടോപ്പ് അമേരിക്കൻ കമ്പനികൾ തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളും, വളരെ കുറവ് കമ്പനികളാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള. പക്ഷേ സെക്കൻഡ് നിൽക്കുന്നത് ചൈനയാണ്. ടോപ്പ് 100 നോക്കുകയാണെങ്കിൽ 56ാമത്തെ പൊസിഷനിൽ റിലയൻസ് ഉണ്ട്. $227.85 ബില്യൺ ആയിട്ട്. 73ാമത്തെ സ്ഥാനത്ത് വീണ്ടും HDFC ബാങ്ക്. ഞാൻ ടോപ്പ് കോർപ്പറേറ്റുകളുടെ മാർക്കറ്റ് ക്യാപ്പാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ TCS 106ാം സ്ഥാനത്തുണ്ട്. 124ാം സ്ഥാനത്ത് ഭാരതി എയർടെൽ ഉണ്ട്. 139ാം സ്ഥാനത്ത് ICICI ഉണ്ട്. 227ാം സ്ഥാനത്ത് SBI ഉണ്ട്. 257ാം സ്ഥാനത്ത് ഇൻഫോസിസ് ഉണ്ട്. ഇത് ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഒരു കമ്പനിയുടെ ഗ്ലോബലി വെച്ച് നോക്കുന്ന ഒരു ഫിഗറാണ്. തീർച്ചയായിട്ടും ഇത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. കാരണം ടോപ്പ് 100 നമ്മുടെ 2 കമ്പനികളുണ്ട്. ടോപ്പ് 200 നോക്കുകയാണെങ്കിൽ 100 അടക്കം നമുക്ക് 5 കമ്പനികളുണ്ട്. തീർച്ചയായിട്ടും അടുത്ത വർഷങ്ങളിൽ നമ്മുടെ കമ്പനികളുടെ പെർഫോമൻസും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും കൂടുന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് അഭിമാനിക്കാവുന്ന മറ്റൊരു കാര്യം, ഗ്ലോബലി പോർട്ട് കമ്പനികളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെങ്കിൽ ടോപ്പ് നിൽക്കുന്നത് അഡാനി പോർട്ടാണ്. $32.41 ബില്യൺ ആണ് അഡാനി പോർട്ടിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഗ്ലോബലി സെക്കൻഡ് നിൽക്കുന്ന CK ഹച്ചിസൺ ഹോൾഡിങ്സ് ആണ്. ഹോങ്കോങ്ങിലത്തെ കമ്പനിയാണ്. $21.64 ബില്യൺ. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ അഡാനി പോർട്ട് വളരെ കാലത്തേക്ക് ഭാവിയിൽ ഈ ടോപ്പ് പൊസിഷൻ അലങ്കരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. കാരണം അത്രയും ഗ്യാപ്പ് ഉണ്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ തമ്മിൽ, ഒന്നാമത്തെ കമ്പനിയും രണ്ടാമത്തെ കമ്പനിയും തമ്മിൽ. ഇനി ടെലികോമിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എപ്പോഴും T-Mobile US ആണ്. 6ാം സ്ഥാനത്ത് ഭാരതി എയർടെൽ എത്തിയിട്ടുണ്ട്. ടോപ്പ് 10ൽ 6ാമത്തെ മോസ്റ്റ് വാല്യുബിൾ ടെലികോം കമ്പനിയായിട്ട് ഭാരതി എയർടെൽ ഉണ്ട്. $131.41 ബില്യൺ ആണ് മാർക്കറ്റ് ക്യാപ്പ്. ടോപ്പ് നിൽക്കുന്ന T-Mobileൻ്റെ $282.59 ബില്യൺ ആണ്. ഇനി ഓട്ടോമൊബൈൽ രംഗം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇപ്പോഴും ടെസ്ലയാണ്. പക്ഷേ ടെസ്ല ഓട്ടോമൊബൈൽ മാത്രമല്ല. എന്നിരുന്നാലും ടെസ്ലയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $925.09 ബില്യൺ ആണ്. സെക്കൻഡ് നിൽക്കുന്ന ടയോട്ടയാണ്. $252.83 ബില്യൺ ആണ്. 10ാം സ്ഥാനത്ത് നമ്മുടെ മാരുതി എത്തിയിട്ടുണ്ട്. $46.17 ബില്യൺ ആയിട്ട്. ഇതും നമ്മുടെ ഓട്ടോമൊബൈൽ രംഗത്തിനും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി ഹോട്ടൽസ് നോക്കുകയാണെങ്കിൽ മരിയറ്റ് ഇൻ്റർനാഷണൽ ആണ് ടോപ്പ് നിൽക്കുന്ന. $68.69 ബില്യൺ ആയിട്ട്. ഹിൽട്ടൺ സെക്കൻഡാണ്. $57.26 ബില്യൺ.
ഏഴാമത്തെ സ്ഥാനത്ത് നമുക്ക് അഭിമാനിക്കാവുന്ന നമ്മുടെ ഇന്ത്യൻ ഹോട്ടൽസ് $11.73 ബില്യൺ ആയിട്ട് ഏഴാം സ്ഥാനത്തുണ്ട്. ഇത് ഗ്ലോബൽ പൊസിഷനാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ധാരാളം കമ്പനികൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ ഗ്ലോബൽ സിനാരിയോയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ സംബന്ധിച്ച് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം കൂടി തന്നെയാണ്. ഇത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് തന്നിട്ടുള്ള ഇൻഫർമേഷനാണ്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെങ്കിൽ, സ്റ്റോക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെങ്കിൽ US $58.08 ട്രില്യൺ. ഒരു ട്രില്യൺ എന്ന് പറയുമ്പോൾ 1,00,000 കോടിയാണ് കേട്ടോ. 1,00,000 കോടി ഡോളർ. അത് $58.08 ട്രില്യൺ. സെക്കൻഡ് നിൽക്കുന്ന ചൈനയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $7.46 ട്രില്യൺ ഉള്ളൂ. തേർഡ് ജപ്പാൻ $5.32 ട്രില്യൺ. ഫോർത്ത് നമ്മളുണ്ട് $4.25 ട്രില്യൺ. ഇപ്പം നമ്മുടെ മാർക്കറ്റുകൾ, നമ്മുടെ കോർപ്പറേറ്റുകൾ അടുത്ത വർഷങ്ങളിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ നമ്മൾ തേർഡ് പൊസിഷനിലേക്കൊക്കെ കയറിയേക്കാം. ഒരുപക്ഷെ ഓവർ പെർഫോം അല്ലെങ്കിൽ ഔട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് പൊസിഷനിലൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ന്യൂസുകളൊക്കെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ ഉള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുമ്പോൾ കൺസിഡർ ചെയ്യാവുന്ന ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സൊക്കെയാണ്. ഇനി നമ്മളെ സംബന്ധിച്ച് Q4 റിസൾട്ടുകളുടെ ഒരു അസസ്മെൻ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതുവരെ അറൗണ്ട് 180 കമ്പനികളുടെ റിസൾട്ടാണ് പുറത്ത് വന്നിട്ടുള്ളത്. റിസൾട്ടുകളുടെ സൂപ്പർലേറ്റീവ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള കമ്പനികളിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്ന് കൊറോമൻഡൽ ഇൻ്റർനാഷണലാണ്. വളരെ പ്രോമിസിങ് ആയിട്ടുള്ള റിസൾട്ടായിരുന്നു. അതുപോലെ തന്നെ റിലയൻസ് എക്സലൻ്റ് റിസൾട്ടായിരുന്നു. അതുപോലെ തന്നെ നെറ്റ് വെബ് ടെക്നോളജീസ് എക്സലൻ്റ് റിസൾട്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസിലൊക്കെ അതിൻ്റെ ഇമ്പാക്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പം നമ്മളൊന്ന് അസസ് ചെയ്യുകയാണെങ്കിൽ കൊറോമൻഡൽ ഇൻ്റർനാഷണൽ വീണ്ടും നല്ല രീതിയിൽ അടുത്ത വർഷങ്ങളിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ കൊറോമൻഡൽ ഇൻ്റർനാഷണൽ റീസെൻ്റ് ആയിട്ട് അക്വിസിഷൻ നടത്തിയിരുന്നു. നാഗാർജുന ഗ്രൂപ്പിൻ്റെ അണ്ടറിലുള്ള NACL ഇൻഡസ്ട്രീസിനെ കൊറോമൻഡൽ ഇൻ്റർനാഷണൽ അക്വയർ ചെയ്തിരുന്നു. 76 രൂപയാണോ 76 ഈസി ആയിരുന്നു ഓപ്പൺ ഓഫർ പ്രൈസ്. പക്ഷേ ഇപ്പോൾ ഈ സ്റ്റോക്ക് കോട്ട് ചെയ്യുന്ന 193-194 റേഞ്ചിലൊക്കെയാണ്. നമ്മൾ CG പവർ സെയിം മുരുകപ്പ ഗ്രൂപ്പ് അക്വയർ ചെയ്യുമ്പോൾ CG പവറിൻ്റെ പ്രൈസ് 13.5 രൂപയായിരുന്നു. ഇപ്പോൾ 650-700 ലെവലിലാണ് CG പവർ. അത്തരത്തിലുള്ളൊരു മൾട്ടി ബാഗർ ഗെയിൻ എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ പോലും NACL ഇൻഡസ്ട്രീസ് നല്ല രീതിയിൽ ഭാവിയിൽ മുന്നേറാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ലോങ് റണ്ണിലേക്ക് ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് NACL, കോറോമൻഡൽ, ഈ കമ്പനികളൊക്കെ. അതോടൊപ്പം തന്നെ സ്വാൻ ഡിഫൻസ് ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, ഇത് നമ്മുടെ പഴയ റിലയൻസ് നേവൽ ഡിഫൻസാണ്. ഇത് അക്വയർ ചെയ്തിരുന്നത് സ്വാൻ എനർജി ലിമിറ്റഡ് ആണ്. 94.5% ഹോൾഡ് ചെയ്യുന്ന സ്വാൻ എനർജിയാണ്. പക്ഷേ സ്വാൻ ഡിഫൻസ് ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ് ലിസ്റ്റ് ചെയ്യാനായിട്ട് ഈ മാനേജ്മെൻറ്റ് ഡിസിഷൻ എടുത്തിരുന്നു. ആ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് 35 രൂപയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അറൗണ്ട് 105-110 ലെവലിലേക്കാണ് ട്രേഡ് ചെയ്യുന്നത്. ആഴ്ചയിൽ ഒരു ദിവസമേ ട്രേഡിംഗ് ഉള്ളൂ. ഈ സ്റ്റോക്ക് വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ലോങ് റണ്ണിലേക്ക് വാങ്ങി വയ്ക്കാവുന്ന ഏറ്റവും നല്ല ഒരു പ്രൈവറ്റ് ഷിപ്പിംഗ് സ്റ്റോക്കാണ്. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള പ്രൊജക്റ്റുകളാണ് ഈ കമ്പനി മാനേജ്മെൻറ്റിൻ്റെ മനസ്സിലുള്ളത്. തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് നല്ല രീതിയിൽ റിട്ടേൺ കിട്ടാൻ സാധിക്കുന്ന ഒരു സ്റ്റോക്കാണ് സ്വാൻ ഡിഫൻസ് ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഓപ്പണിംഗ് ലെവലിൽ ഒരു പക്ഷേ ഓർഡറൊക്കെ ഇടുകയാണെങ്കിൽ ചിലപ്പോൾ 100-200 കിട്ടിയേക്കാം. അപ്പോൾ അത്തരത്തിൽ ആ സ്റ്റോക്ക് ഒന്ന് ചേസ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ റീസെൻ്റ് ആയിട്ട് ധാരാളം നെഗറ്റീവ് ന്യൂസ് ലോസ് വന്നിട്ടുള്ളൊരു ബാങ്കായിരുന്നു IndusInd ബാങ്ക്. ഈ ബാങ്കിലേക്ക് പുതിയ MD-നെയും CEO-നെയും അപ്പോയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും പ്രോമിസിങ് ആയിട്ടുള്ള ഫിഗേഴ്സൊക്കെയാണ് മാർക്കറ്റിലുള്ള ഫിഗേഴ്സ് അല്ലെങ്കിൽ നെയിമുകൾ. തീർച്ചയായിട്ടും ഇവരിൽ ആരെങ്കിലും വരികയാണെങ്കിൽ IndusInd ബാങ്കിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ അഡാനി പവർ 1.2 lakh crore അവർ അടുത്ത വർഷങ്ങളിലേക്ക്, അടുത്ത 4 വർഷത്തേക്ക് CapEx പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോഴത്തെ കപ്പാസിറ്റി 17.55 ഗിഗാവാട്ടാണ്. അത് 30.67 ഗിഗാവാട്ടായിട്ട് 2030 ഉയർത്തുകയാണ് ലക്ഷ്യം. ഇത് NTPCയുടെ ഫിഗറിനേക്കാളും വലിയ ഫിഗറാണ്. NTPC പ്ലാൻ ചെയ്യുന്നത് 30 ഗിഗാവാട്ടാണ്.
2030 തീർച്ചയായിട്ടും അഡാനി പവറിൻ്റെ എക്സ്പാൻഷൻ വളരെ പോസിറ്റീവാണ്. കാരണം പവറിലാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വാറൻ ബഫറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത് പവർ സെക്ടറിലാണ്. അമേരിക്കയിൽ തന്നെ വിൻഡ് പവർ, CNG പവർ റിലേറ്റഡ് പവർ പ്രൊജക്റ്റുകൾ ഏറ്റവും കൂടുതൽ ഓൺ ചെയ്യുന്നത് വാറൻ ബഫറ്റിൻ്റെ കമ്പനികളാണ്. ഇന്ത്യയിലും പവർ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ ഈ അഡാനി പവറിൻ്റെ ന്യൂസ് അഡാനി പവറിനും അതുപോലെ തന്നെ പവർ ട്രാൻസ്മിഷൻ രംഗത്തുള്ള അഡാനി എനർജി സൊല്യൂഷനും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഒപ്പം ബ്ലാക്ക് ബോക്സ് ലിമിറ്റഡ് ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് കമ്പനിയാണ്. വലിയ രീതിയിലുള്ള കപ്പാസിറ്റി എക്സ്പാൻഷനും അതുപോലെ തന്നെ സ്റ്റാഫ് അഡീഷനൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നല്ല ഗൈഡൻസ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. നെറ്റ് വെബ്, മേക്ക് ഇൻ ഇന്ത്യ സർവേഴ്സ്, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുള്ളൊരു കമ്പനിയാണ്. എക്സലൻറ്റ് Q4 റിസൾട്ടുകളാണ്. ഈ കമ്പനിയും നല്ല രീതിയിൽ ഭാവിയിൽ മുന്നേറാൻ സാധ്യതയുള്ള ഒരു കമ്പനി തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസുകൾ. തീർച്ചയായിട്ടും നമ്മുടെ GST കളക്ഷൻ ഏപ്രിൽ മാസത്തിൽ നോക്കുകയാണെങ്കിൽ റെക്കോർഡ് ഫിഗറാണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നല്ല എക്കണോമിക് ആക്ടിവിറ്റീസിനെ തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റ് ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവാണ്, എക്കണോമിക് ന്യൂസ് ഫ്ലോസ്. പക്ഷേ നമ്മുടെ ബോർഡറിലത്തെ സ്ഥിതിവിശേഷം ടെററിസ്റ്റ് അറ്റാക്കിന് ശേഷം സ്വല്പം ഫ്ലൂയിഡാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു കോഷൻ അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റിലും കഴിഞ്ഞ ഡെയിലി പോഡ്കാസ്റ്റുകളിലൊക്കെ പറയുന്ന പോലെ തങ്ങളുടെ പോർട്ട്ഫോളിയോ നിഫ്റ്റിയുടെ അറ്റ് ദ മണി പുട്ട് ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ടെമ്പററി ആയിട്ടെങ്കിലും അല്ലെങ്കിൽ അടുത്ത 2-3 മാസത്തേക്ക് ഹെഡ്ജ് ചെയ്യുന്നതെന്നായിരിക്കും. മെയ് എൻഡിലത്തെ നിഫ്റ്റി ഓപ്ഷൻസ് പുട്ട് ഓപ്ഷൻസ് അറ്റ് ദ മണി പുട്ട് ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഹെഡ്ജ് ചെയ്യുന്നത് നല്ലൊരു ഡിസിഷൻ ആയിരിക്കും. ഒരു കാര്യം മനസ്സിൽ വെക്കുക, ഈ പുട്ട് ഓപ്ഷൻ്റെ പ്രൈസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കോസ്റ്റായിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ഒരു എമൗണ്ടാണ്. മാർക്കറ്റ് ഫാൾ ചെയ്താൽ മാത്രമാണ് അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ പ്രീമിയം ടോട്ടൽ ലോസായിട്ട് മാറിയേക്കാം. പക്ഷേ വലിയ പോർട്ട്ഫോളിയോകൾ ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ഇത്തരത്തിൽ ഹെഡ്ജിങ് നടത്തുന്നത് ഇത്തരത്തിലുള്ള ഫ്ലൂയിഡ് സിറ്റുവേഷൻ ഉള്ളപ്പോൾ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു സജഷൻ. അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് നിഫ്റ്റിയുടെ അറ്റ് ദ മണി പുട്ട് ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ നിഫ്റ്റി 23,410 നിഫ്റ്റി സ്പോട്ട് നിഫ്റ്റി എങ്കിൽ 23,400 പുട്ട് ഓപ്ഷൻ. ഇതിനെയാണ് അറ്റ് ദ മണി പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുട്ട് ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഹെഡ്ജ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി ഇതൊന്നും താല്പര്യമില്ലാത്ത ഇൻവെസ്റ്റേഴ്സിന് നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള പൊസിഷൻസ് ഉണ്ടെങ്കിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ക്യാഷ് പൊസിഷൻ കൂട്ടുന്നതൊക്കെ നന്നായിരിക്കും. എന്തെങ്കിലും ഇവൻ്റ് ഉണ്ടായി മാർക്കറ്റ് താഴെ വരികയാണെങ്കിൽ ആ അവസരങ്ങളിൽ വാങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു വ്യൂ ഒക്കെ ഈ മാർക്കറ്റിൽ കീപ്പ് ചെയ്യേണ്ട ആവശ്യമാണ്. കാരണം നമ്മളിപ്പോഴത്തെ ഒരു സംഘർഷം എന്ന് പറയുന്ന ഒരു പക്ഷേ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സംഘർഷമായിട്ട് മാറാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിനും അതുപോലെ തന്നെ പാകിസ്ഥാൻ മാർക്കറ്റിനൊക്കെ അത് നെഗറ്റീവ് തന്നെയാണ്. പാകിസ്ഥാൻ മാർക്കറ്റ് ഓൾറെഡി ക്രാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ ക്രാഷൊന്നും വന്നിട്ടില്ല. നമ്മൾ കമ്പാരിറ്റീവ്ലി സ്ട്രോങ് പൊസിഷനിലാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുന്നത് നന്നാണ്. ഒപ്പം പല സ്റ്റോക്കുകളും നമുക്ക് ഇപ്പോഴത്തെ മാർക്കറ്റിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ അവൈലബിൾ ആണ്. ഓർക്കിഡ് ഫാർമ ധനുക ഗ്രൂപ്പിൻ്റെ കമ്പനിയാണ് ഇപ്പോൾ ഓർക്കിഡ് ഫാർമ. അവർ ധനുക ലബോറട്ടറീസ് ആയിട്ട് മെർജിയാണ്. ഈ മെർജർ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഈ കമ്പനിക്ക് ലോങ് റണ്ണിൽ നൽകാൻ പോകുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഡിസിഷൻ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു സജഷൻ. അതുപോലെ തന്നെ മാൻ ഇൻഡസ്ട്രീസ് അവരുടെ സൗദി അറേബ്യ പ്ലാന്റ് അടുത്ത വർഷം കമ്മീഷൻ ചെയ്യുന്നതാണ് പറയുന്നു. അപ്പം ഇന്ത്യയിലെ കപ്പാസിറ്റിയും അവർ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കമ്പനീനെ സംബന്ധിച്ചും ഇത് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം റിലയൻസ് പവർ, റിലയൻസ് ഇൻഫ്ര. റിലയൻസ് പവർ 100% ഡെറ്റ് ഫ്രീ ആണ്. റിലയൻസ് ഇൻഫ്രയും ഓൾമോസ്റ്റ് ഡെറ്റ് ഫ്രീ ആണ്. വലിയ രീതിയിലുള്ള എക്സ്പാൻഷൻ പ്ലാനുകളാണ് സോളാർ റിലേറ്റഡ് പവർ രംഗത്തൊക്കെ ഈ കമ്പനികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനിൽ അംബാനിയുടെ അണ്ടറിലുള്ള അദ്ദേഹത്തിൻ്റെ 2 മക്കളാണ് ഈ 2 കമ്പനികളിൽ ലീഡ് ചെയ്യുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഈ കമ്പനീനെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കമ്പനികളും ലോങ് റണ്ണിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള കമ്പനികളാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ വീക്കിലി പോഡ്കാസ്റ്റിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ളത്. ഒപ്പം നമ്മുടെ ഓട്ടോമൊബൈൽ സെയിൽസ് ഫിഗറുകളൊക്കെ വന്നിരുന്നു. M&M അതുപോലെ തന്നെ TVS മോട്ടോഴ്സ് ഈ കമ്പനികളുടെ സെയിൽസ് ഫിഗറുകൾ ബെറ്ററാണ്. മാരുതിയും
അപ് ടു എൻ എക്സ്റ്റെൻഡ് ബെറ്റർ ഫിഗേഴ്സ് ആണ്. ഈശ്വർ മോട്ടോഴ്സിൻ്റെ കമേഴ്ഷ്യൽ സെയിൽസ് ഫിഗറും ബെറ്റർ ആക്കിയാണ്. അപ്പോൾ ഇതൊക്കെ പൊതുവെ ഈ സ്റ്റോക്കുകൾക്ക് പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ഈ ന്യൂസ് ഫ്ലോസ് ആണ്. അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ബൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകളാണ് ഇപ്പോൾ നമ്മുടെ ഇക്വിറ്റി ഹോൾഡിങ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലത്തെ ഇക്വിറ്റി ഹോൾഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ഫണ്ടുകളാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇക്വിറ്റി ഇന്ത്യയിൽ ഹോൾഡ് ചെയ്യുന്നത്. സെക്കൻഡ് പൊസിഷനിലാണ് നമ്മുടെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഉള്ളത്. ഇന്ത്യനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ മാർക്കറ്റിൻ്റെ മെച്യൂരിറ്റീനെ തന്നെയാണ്. അപ്പോൾ ഡൊമസ്റ്റിക് ഫണ്ടുകളും റീറ്റെയിലേഴ്സും കൂടി കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോള്, നമ്മുടെ മാർക്കറ്റ് കൺട്രോള് നമ്മുടെ കയ്യിൽ തന്നെയാണ്. തീർച്ചയായിട്ടും വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഇന്ത്യനെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ധാരാളം ഫോറിൻ യൂണിവേഴ്സിറ്റികളും ഇന്ത്യയിൽ അവരുടെ സെൻറ്ററുകൾ സെറ്റപ്പ് ചെയ്യുകയാണ്. ടോപ്പ് 100ലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയ. 77th റാങ്കാണ്. അവർ ബോംബെ ഹബ്ബായിട്ട് ഇന്ത്യയിൽ അക്രോസ് ഇന്ത്യയിൽ സെൻറ്ററുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 2 ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റികൾ ഓൾറെഡി ഗിഫ്റ്റ് സിറ്റിയിലുണ്ട്. ഡീക്കിൻ യൂണിവേഴ്സിറ്റി, വൊളോംഗോങ് യൂണിവേഴ്സിറ്റികൾ, അതുപോലെ തന്നെ അയർലൻഡിൽ നിന്നും UK നിന്നുള്ള ഓരോ യൂണിവേഴ്സിറ്റികൾ ഓൾറെഡി ഗിഫ്റ്റ് സിറ്റിയിൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. UK നിന്നുള്ള സൗത്താംപ്ടൺ യൂണിവേഴ്സിറ്റിയും ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ന്യൂസുകളെല്ലാം തന്നെ നമ്മുടെ എക്കണോമിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസാണ്. അതോടൊപ്പം തന്നെ ഈ വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെല്ലാം കൂടി ഓവറോൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഗെയിൻ വരുന്നത്, അല്ലെങ്കിൽ ജനങ്ങളുടെ ഗെയിൻ വരുന്നത് 1 ട്രില്യൺ രൂപയാണ്. 1 ട്രില്യൺ റുപ്പീസിൻ്റെ ബെനിഫിറ്റും കൂടി അവരുടെ കയ്യിൽ വരികയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പോർഷൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഫ്ലോ ചെയ്യുന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. തീർച്ചയായിട്ടും ടെററിസ്റ്റ് ഇഷ്യൂസ് സെറ്റിൽ ചെയ്ത് ഇന്ത്യയുടേതായ രീതിയിൽ മുന്നേറി തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് വീണ്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലിയ രീതിയിൽ മുന്നേറും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് എനിക്കുള്ളത്. പക്ഷേ ടെമ്പററി ആയിട്ട് മീഡിയം ടൈമിൽ നമ്മുടെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബോർഡർ ഇഷ്യൂസ് കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് സൃഷ്ടിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ പോർട്ട്ഫോളിയോസ് ഹെഡ്ജ് ചെയ്ത് പോവുക, നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള പൊസിഷൻസൊക്കെ കുറേ പ്രോഫിറ്റ് ചെയ്ത് നിൽക്കുക, ക്യാഷ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ക്യാഷ് ഹോൾഡിങ്സ് കൂട്ടി വയ്ക്കുന്നത് ഈ അവസരത്തിൽ നന്നായിരിക്കും എന്നുള്ളൊരു സജഷനാണ് എനിക്കുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്കിലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.